വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നല്ല കണ്ണ്. എല്ലാരും പറയാം ലെൻസ് വെച്ചാണൊക്കെ ചോദിക്കാറ്. അതെ അതെ അതെ, നല്ല രസമുണ്ട്. ഓക്കെ, ഇന്ന് ചേട്ടൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പം ഞാൻ ആക്ച്വലി ഞാൻ ഫിഗറാണ് ചെയ്യാറ് ലാലേട്ടൻ്റെ. അപ്പം ഞാൻ ഇവിടെ സ്റ്റാർസിനെ ചെയ്യാണ്, കുറച്ച് വോയിസ് എടുക്കുവാണ്. അതിനായിട്ട് ഞാൻ പഠിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ സിദ്ദീഖ് സാറിന് ചെയ്യാം, ഡയറക്ടർ സിദ്ദീഖ് സാറിന്. ഓക്കെ. ഒരുപാട് മിമിക്രി വേദികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കലാകാരന്മാരെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വേദി എന്ന് പറയുന്നത് കോമഡി മാസ്റ്റേഴ്സ് തന്നെയാണ്. ഏതായാലും ഇതിൻ്റെ അണിയറയിലും അമരത്തും പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത് നമ്മൾ നാദിർഷാ സംവിധാനം ചെയ്ത കട്ടപ്പനയിലെ കൃതിക് റോഷൻ എന്ന മൂവിയിലെ സലീം കുമാർ ചേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ്. ഓക്കെ. നിനക്കറിയില്ല നിന്റെ മാമനെ കട്ടപ്പന ചന്ത പിരിയുന്ന നേരത്ത് 10 രൂപയുടെ വയറ് പൊട്ടിയ ചാളയും വാങ്ങിച്ച് അതിലൊരു ചാള പൂച്ചെടുത്തോണ്ട് പോയപ്പോൾ ആ പൂച്ചയുടെ പിറകെ 5 കിലോമീറ്റർ വരെ ഓടിച്ചിട്ട് അതിനെ പിടിച്ച് മലത്തിടിച്ച് വയറിൽ ഇക്കിളി കാടിച്ച് അത് കക്കിച്ച് എന്നിട്ട് ആ ചാള എടുത്തോണ്ട് പോയി കുളമ്പുടി വെച്ച് കറി വെച്ച മരം കൊത്തി മോറാണ് നിന്റെ മേമൻ, അഥവാ എന്റെ നാറിയാളിയൻ. അടുത്ത ഞാൻ ഒരു ഡയലോഗ് മാറ്റി കൊടുക്കുകയാണ്. അതായത് MS തൃപ്പൂണിത്തുറ ചേട്ടനെ മറന്നിട്ടൊക്കെ ഒരുപാട് കാലം, മരിച്ചിട്ട് ഒരുപാട് കാലമായി. അദ്ദേഹത്തിന് ഞാനൊരു ഡയലോഗ് കൊടുക്കുകയാണ്. പൃഥ്വിരാജ് പറഞ്ഞ ഒരു ഡയലോഗ്. എടീ ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രികേ, നീ എന്നതാടി കരുതിയേ? നീ അങ്ങ് കുടുംബായി പറഞ്ഞു പോയാൽ ഈ രമണിവിടെ കെട്ടിക്കൂടും ആടുവന്നോ? അതൊക്കെ പണ്ട്. ഇന്ന് ഈ കഴുത്തിലൊരു കുഴുക്ക് വീഴാണെങ്കിൽ അതിന്റെ മറ്റേറ്റത്ത് നീ ഉണ്ടാവും മോളെ. ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്, മരിക്കാനാണെങ്കിലും ഒരുമിച്ച്. ഇനി അടുത്ത ജനാർദ്ദനൻ ചേട്ടന് ആ ഡയലോഗ് ഞാൻ പറയാം. എടാ സന്തോഷേ, നീ പോയി ഒരു 10 കിലോ ആട്ടിറച്ചി മേടിച്ചോണ്ട് വാ. എടാ ഗോപാലകൃഷ്ണ, നിങ്ങൾക്കൊക്കെ വേണ്ടി മിമിക്രി ട്രൂപ്പല്ല സർക്കസ് കമ്പനി വരെ തുറന്നു തരാൻ ഈശ്വരപ്പിള്ള ചേട്ടൻ ഒരുക്കമാണ്. പക്ഷേ നിങ്ങളാരും എന്നെ വിട്ടു പോകരുത്. കൊച്ചിനീഫന്റെ ഒരു സ്ഥാനം ചെയ്യാം. അദ്ദേഹം ബസ് സ്റ്റാൻഡിൽ അനൗൺസർ ചെയ്യാണ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അടങ്കൂർ വിദ്യാനഗർ ഒളിയത്തിറക്കം മായിപ്പാടി സീതാക്കൊള്ളി കുമ്പള ഉപ്പള എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്ന KS നസീബ് ട്രാവൽസ് ഏതാനും നിമിഷങ്ങൾക്കകം സ്റ്റാൻഡ് വിട്ട് പോകുന്നതാണ്. എല്ലാ യാത്രക്കാരും ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറി കുത്തിരിക്കേണ്ട പന്തുകളെ. നമ്മൾ മരിച്ചുപോയ ഉമ്മർ സാറ്, അദ്ദേഹത്തിന് ഒരു ഡയലോഗ് കൊടുക്കുകയാണ്. KGF-ലെ ഒരു ഡയലോഗ്, ഫുള്ളായിട്ടില്ല, എന്നാലും കുറച്ചോ. Violence, violence, violence. I don't care. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഫറൂഖിന് PC ജോർജിന്റെ ഫിഗർ ചെയ്യാൻ പറ്റും. പല ആൾക്കാരും പറയും. ഇപ്പം ഇന്ന് നമ്മളെ സ്കിറ്റ് ചെയ്ത് അവരൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ലാലേട്ടനോടാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ലാലേട്ടൻ 10 ഫിഗറാണ് ഞാൻ ചെയ്യാറ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഫറൂഖ് വന്ന് ആദ്യം ഹലോ എന്ന് പറഞ്ഞില്ലേ, പറഞ്ഞ സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞ ഒന്ന് പതറി. കാരണം ഈ ശബ്ദം ഉള്ള ഒരാൾ എങ്ങനെ മിമിക്രി ചെയ്യും? ആ ശബ്ദം വെച്ചിട്ട് സിദ്ദിഖ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു സിദ്ദിഖ ആ സൗണ്ടായിട്ട് സാമ്യമുള്ള ഒരു ശബ്ദം, ബുദ്ധിമാനാണ്. അതായിട്ട് അത്യാവശ്യം ഒരു ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും. പക്ഷെ ഇത്രയും ഒരു ചെറിയ ശബ്ദത്തിൽ നിന്ന് ഇങ്ങനെ വെറൈറ്റി വോയിസുകൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത് ആ പ്രാക്ടീസിൻ്റെ തന്നെ ഗുണമാണ്. നിങ്ങളുടെ ആ ഒരു കഴിവിനെ ഭയങ്കരമായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. നന്നായി, ഗംഭീരായി. മിക്ക പറഞ്ഞത് തന്നെയാ. അവിടെ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് സ്പീക്കർ അടിച്ചു പോകുമായിരിക്കും, അതുപോലത്തെ ഒരു ശബ്ദമായിരിക്കും വരുന്നതെന്ന്. പക്ഷെ വാ തുറന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് നമ്മളൊക്കെ ഒരുപോലെയാ ശബ്ദത്തിന്റെ കാര്യത്തിൽ. കുറച്ച് ട്രിപ്പിളുള്ള വോയിസാ. പക്ഷേ എന്തായാലും ഇപ്പൊ ഇക്ക പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ നമുക്ക് ശബ്ദത്തോട് സാമ്യമുള്ള 1-2 എണ്ണം എടുത്തതിന് ശേഷം ബാക്കി നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ താരവിളയാട്ടം എന്ന പ്രോഗ്രാം ഫോക്കസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 100% വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചേട്ടാ വളരെ മനോഹരമായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. പിന്നെ കുറച്ചും കൂടി കോൺഫിഡൻസ് ആവാന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ ഇത്രയും വലിയൊരു വേദിയിൽ വന്നത് കൊണ്ടുള്ള ഒരു ചെറിയ വിറവലായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. വളരെ നല്ല കലാകാരനാണ്. സന്തോഷം ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. ഇതിനകത്ത് ഇദ്ദേഹം ഹൈലൈറ്റ് ആയിട്ടൊരു സാധനം ട്രൈ ചെയ്തു. മറ്റേ കണ്ടെത്തലത് നോക്കിക്കോണം, മിക്കവാറും നസീർക്ക് കൊണ്ടുപോകും.